ഹായ്, ഞാനിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ബസ്മതി റൈസ് ഇങ്ങനെ ഒരു 90% ഇതേപോലെ വേവിച്ചിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് വേണം. അതിനായിട്ട് ബീൻസ്, ക്യാരറ്റ്, പിന്നെ കോൺ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ചിക്കൻ മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, സാധാരണ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഒരു 2 സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അടച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് വെന്ത് പോകണ്ട, ഒരു 3/4 വെന്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചിക്കനും ചേർത്തിട്ട്, ചിക്കൻ വെന്തത് കൊണ്ടിട്ട് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ചിക്കൻ ഇപ്പോൾ ആഡ് ചെയ്യണ്ട. ഞാനിത് ഉണ്ടാക്കുന്നത് ഷെസ്വാൻ നൂഡിൽസാണ്. അതുകൊണ്ടാണ് ചിക്കൻ ഇങ്ങനെ മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചത്. നമുക്ക് നോർമൽ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമുക്ക് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചാൽ മതി, മുളക് പൊടി ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ പെപ്പർ ചേർക്കാം, കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കണം. ഇനി അതിലോട്ട് ഒന്ന് നടുക്കൊന്ന് നീക്കിയതിന് ശേഷം നമുക്ക് പാനിലോട്ട് മുട്ട ചേർക്കാം. ഇപ്പം ഞാൻ 1 മുട്ടയെ ചേർത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് 2 മുട്ട വരെ ചേർക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ മുട്ട ഒന്ന് ചിക്കിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സോസുകൾ ചേർക്കണം. 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ കെച്ചപ്പ്, പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ ഷെസ്വാൻ സോസ് ചേർക്കണം. പിന്നെ 1.5 സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഇടണം. ഇതിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ടിട്ട് സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ടിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഇടാം. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം, നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. ഇനി നമുക്ക് ചോറ് ചേർക്കാം. ചോറും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ഇളക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ ഈർപ്പൊക്കെ പോകുന്നത് വരെ തീ ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇതായിട്ടെടുക്കാം, ഫ്രൈ ആയിട്ടെടുക്കാം. ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കാം ഉപ്പ്. എന്നിട്ട് ലാസ്റ്റ് അവസാനം നമുക്ക് സ്പ്രിങ് ഓണിയൻ ഇത്തിരി മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.